26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. യുദ്ധക്കെടുതികൾ പ്രവാസ മേഖലയിൽ ആശങ്ക സൃഷ്ടിക്കുകയാണ്. അതിനിടയിൽ ജോലി നഷ്ടപ്പെട്ട് തിരികെ എത്തിയ മലയാളി കുടുംബങ്ങൾ ജീവൻ ഒടുക്കുന്നത് ഏറെ ഗൗരവത്തിൽ എടുക്കേണ്ട ഒന്നാണെന്നാണ് ഇപ്പോൾ പ്രവാസി സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിൽ ഗൗരവതരമായ ഇടപെടലുകൾ സർക്കാരുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് സംഘടനകളുടെ ആവശ്യം. യുദ്ധക്കെടുതികൾ പ്രവാസ മേഖലയെ കാര്യമായി തന്നെ ബാധിക്കുകയാണ്. അതിലേറെയും ആശങ്ക സൃഷ്ടിക്കുന്നത് ജോലി നഷ്ടപ്പെടുമെന്ന ഭയം തന്നെയാണ്. അത്തരത്തിൽ ജോലി നഷ്ടപ്പെട്ട് തിരികെ എത്തിയ മലയാളി കുടുംബങ്ങൾ ജീവനൊടുക്കാൻ ശ്രമിക്കുന്നതായ വിവരങ്ങളും ലഭിക്കുകയാണ്. ഇത്തരം ശ്രമങ്ങൾ ഏറെ ഗൗരവത്തിലെടുക്കേണ്ട ഒന്നാണെന്നാണ് പ്രവാസി സംഘടനകളടക്കം പറയുന്നത്. ജോലി നഷ്ടം മൂലം ജീവിതോപാധികൾ പൂർണ്ണമായും അടയുമ്പോൾ ജീവനൊടുക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്ന പ്രവാസികൾ ഉണ്ടാകാതിരിക്കാൻ വളരെ ഗൗരവതരമായിട്ടുള്ള ഇടപെടലുകൾ സർക്കാരുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് പ്രവാസി സംഘടനകളുടെ അഭ്യർത്ഥന. യുദ്ധഭീതിയുടെ നിഴലിൽ ജോലി നഷ്ടമാകുന്ന അവസ്ഥയിലൂടെയാണ് പ്രവാസികൾ മുന്നോട്ടു പോകുന്നത്. ജീവിതമാർഗം മുഴുവനായും അടഞ്ഞു പോവുകയും മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടാൻ ആത്മാഭിമാനം അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്നതോടെയാണ് കുടുംബങ്ങൾ ജീവനൊടുക്കുന്നത്. ഇനിയും പ്രവാസി കുടുംബങ്ങളെ ഇത്തരത്തിൽ ജീവനൊടുക്കുന്നതിലേക്ക് തള്ളിവിടാതിരിക്കാനുള്ള സത്വരമായ നടപടികളുമായി എത്രയും വേഗം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുന്നോട്ട് വരണമെന്നാണ് പ്രവാസി സംഘടനകൾ അഭ്യർത്ഥിക്കുന്നത്. പ്രവാസ ലോകത്തെ മലയാളികൾ അനുഭവിക്കുന്ന സാമ്പത്തിക ദുരവസ്ഥ പരിഹരിക്കുന്നതിന് പ്രത്യേക പാക്കേജുകൾ ഒരുക്കണമെന്നും കുട്ടികളുടെ തുടർ വിദ്യാഭ്യാസത്തിന് സംവിധാനം ഉണ്ടാക്കണമെന്നുമാണ് അവരുടെ ആവശ്യം. തൊഴിൽ നഷ്ടത്തിലൂടെയും വിലവർദ്ധനവിലൂടെയും സാമ്പത്തിക അസ്ഥിരത അനുഭവിക്കുന്ന പ്രവാസികൾ നിരവധി മാനസികാരോഗ്യ പ്രശ്നങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. ഇത്തരം സാഹചര്യങ്ങളെ സൂക്ഷ്മമായി വിലയിരുത്തി പ്രവാസികൾക്കായി പ്രത്യേക സമാശ്വാസ പാക്കേജിന് അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ കേരള സർക്കാരുകൾ തയ്യാറാക്കണമെന്നതാണ് സംഘടനകളുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.